അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ നമ്മൾ കേക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ സ്ക്വയർ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യുന്ന കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ക്യാമറയുടെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ബേസിന്റെയും ആ ഒരു കേക്ക് ടിന്നിന്റെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 12 ഇഞ്ചിന്റെ സ്ക്വയർ ബേസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത് റെക്ടാംഗിൾ ഷേപ്പ് ടിന്നിലാണ്. ആ ഒരു ടിന്നിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 8x10 ഇഞ്ച് സൈസാണ് വരുന്നത്. 1.5 kg വെയിറ്റിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറെ നാളുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും കുറച്ചധികം സമയം വേണം കേട്ടോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കേക്കിലൊന്ന് ചെയ്തെടുക്കാൻ. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിന്റെ ആ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡിസൈൻ നമുക്ക് കേക്കിൽ വരച്ചു കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ നെയിം എഴുതുന്ന നോസിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ബോർഡർ പോലെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ തന്നെ പർപ്പിൾ കളറിലാണ് നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 4 ഫ്ലവർ ഞാൻ ചെയ്തിട്ട് ഒരു കേക്കിന്റെ ബേസിലോട്ട് വെച്ചിട്ട് ഫ്രീസറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കേക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫ്ലവർ എടുത്ത് കേക്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലവർ 4 ഞാൻ ഈ കേക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് എനിക്ക് തോന്നിയത് 3 ഫ്ലവർ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അന്നേരം പക്ഷെ അത് അതിനെക്കുറിച്ച് ആലോചിച്ചതും ഇല്ല, അതൊരു അഭംഗിയായിട്ട് തോന്നിയതുമില്ല. വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ 4 വെക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കേക്ക് കൊടുത്തു കഴിഞ്ഞാണല്ലോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പോയ ബുദ്ധി പിന്നെ ആന പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയോ 3 ഫ്ലവർ വെച്ചാൽ മതിയായിരുന്നു, 4ാമത്തെ ഫ്ലവർ വെക്കണ്ടായിരുന്നു എന്നൊക്കെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇട്ടേക്ക് കേട്ടോ. പിന്നെ റൈറ്റിംഗ്സ് നമ്മൾ ഇതേപോലെ ഫോണ്ടന്റിൽ കൊടുത്തിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഇന്നലത്തെ കേക്ക് ഫിനിഷിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ ഇന്നത്തെ നമ്മുടെ കേക്ക് ഡിസൈൻ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.